അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ പ്രയാസമുള്ള ഒരു വിവരം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഷെൽട്ടർ ഇന്ത്യക്ക് വേണ്ടി ഈ ഒരു വീഡിയോയുമായി വന്നിട്ടുള്ളത്. നമ്മുടെ ഷെൽട്ടർ ഹോംസിൻ്റെ വ്യത്യസ്തമായ പദ്ധതികളെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും. ചില വീടുകളൊക്കെ ഏതാണ്ട് 250-ലപ്പുറം വീടുകൾ നമുക്ക് ഇപ്പോൾ പൂർത്തീകരിച്ച് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. വ്യത്യസ്തമായ പദ്ധതികളിലൂടെയാണ് ഓരോ പരിപാടി നമ്മൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നേരത്തെ നമ്മൾ അനൗൺസ് ചെയ്തിരുന്ന ഒരു വീടുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. ഓട്ടിസം ബാധിച്ച 19 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവരുടെ ഉമ്മയും അവർ വളരെയധികം പ്രയാസകരമായ സാഹചര്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. സക്കാത്തിന്റെ അവകാശികളായിട്ടുള്ള ആളുകളാണ്. സ്വന്തമായി എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ലാത്ത ഒരു കുടുംബം. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് എന്നുള്ള ഒരാവശ്യം നമ്മുടെ മുമ്പിൽ വരികയും ആ വീടിന് ഒരു സാധാരണ ഒരു വീട് തയ്യാറാക്കാം എന്നുള്ള രൂപത്തിൽ 5 ലക്ഷം രൂപ അതിന് കണക്ക് വെച്ച് നമ്മൾ നേരത്തെ തന്നെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അവർ ജീവിക്കുന്ന, അവർക്ക് ആ വീടിന് വേണ്ടിയുള്ള 2.5 സെന്റ് സ്ഥലം ഒരു സഹോദരി പൂർണ്ണമായി സൗജന്യമായി നൽകിയ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ വീടെടുക്കുമ്പോൾ നമ്മൾ ഓടിൻ്റെ ഒരു വീടാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അവിടെ ഇഴജന്തുക്കളും മറ്റുമൊക്കെ വലിയ പ്രയാസങ്ങളുള്ള ഒരു ഇടമായതിനാൽ ആ ഓടിൻ്റെ വീടിനേക്കാൾ ഏറ്റവും നല്ലത്, പ്രത്യേകിച്ച് ഒരു ഉമ്മയും അതുപോലെ തന്നെ ഒരു 19 വയസ്സുകാരിയായ ഓട്ടിസം ബാധിച്ച ഒരു പെൺകുട്ടി മാത്രമുള്ള ഒരു വീടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അവർക്ക് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മീറ്റിംഗിൽ ചർച്ച വരികയും സ്വാഭാവികമായിട്ടും അത് മറ്റു വീടുകൾ പോലെ തന്നെ ടെറസിന്റെ വീടാക്കാം എന്ന് തീരുമാനിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. 6 ലക്ഷം രൂപയാണ് ആ വീടിന് നമുക്ക് ചെലവ് വരുന്നത്. അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് കാര്യമായ രൂപത്തിലുള്ള ഒരു സഹായ സഹകരണങ്ങൾ വന്നിട്ടില്ല. പ്രിയപ്പെട്ടവർ, ഒറ്റ കാര്യം മാത്രമേ നമ്മൾ ആലോചിക്കേണ്ടുള്ളൂ. നമ്മുടെ വീടുകളിൽ നമ്മോടൊപ്പമുള്ള നമ്മുടെ മക്കളും അതിൽ ഒരു കുട്ടിക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകളോ മാനസിക പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടാകും, നമ്മൾ ആലോചിച്ചിട്ടുണ്ടാകും. എത്രമാത്രം വലിയ പ്രതിസന്ധിയാണ്. പടച്ച തമ്പുരാൻ നമ്മളെയൊക്കെ ഈ രൂപത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റിയതാണ്. നമുക്ക് അങ്ങനെ ഒരു പ്രയാസം തരാത്തതാണ്. ഒരുപക്ഷെ നാം ജീവിതത്തിൽ ചെയ്യുന്ന നന്മകൾക്ക് പടച്ച തമ്പുരാൻ നൽകിയ ചില അനുഗ്രഹങ്ങളായിരിക്കാം അതെല്ലാം. അതുകൊണ്ട് തന്നെ ആ ഉമ്മയുടെ ഒരു കണ്ണുനീരിൽ, ആ കണ്ണുനീരിൽ നിന്ന് പുറത്തോട്ടൊഴുകുന്ന പ്രാർത്ഥനകളും ആ കുഞ്ഞു മനസ്സുള്ള ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി അനുഭവിക്കുന്ന വേദനകൾ ഓരോന്നും അനുഭവിക്കുന്നത് ആ ഉമ്മ ഒറ്റക്കാണ്. പ്രത്യേകിച്ച് ആരും കൂട്ടിയിരിക്കാനോ സഹായിക്കാനോ ആരുമില്ല. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തിറങ്ങണമെങ്കിൽ ആ കുട്ടിയെ ഇപ്പോൾ താമസിക്കുന്ന വാടക വീട്ടിൽ റൂമിൽ പൂട്ടിയിട്ടിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ. വീട്ടിൽ എന്തെങ്കിലും പണി നടക്കണമെങ്കിൽ, ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ, അലക്കണമെങ്കിൽ ആ കുട്ടി ഉറങ്ങുന്ന സമയം നോക്കി ചെയ്യാൻ കഴിയണം. അല്ലാത്തതൊന്നും ചെയ്യാൻ കഴിയാത്ത വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ആ വീടുള്ളത്. അതുകൊണ്ട് നിർബന്ധമായിട്ടും നമ്മുടെ ഒരു ശ്രദ്ധ പതിയേണ്ട ഇടമാണ് എന്നുള്ളതിനാൽ നിങ്ങൾ ഓരോരുത്തരും നിർബന്ധമായും ഈ ഒരു പ്രൊജക്റ്റിലേക്ക് നിങ്ങളാൽ കഴിയുന്ന ഒരു വിഹിതം നൽകണം. 6 ലക്ഷമാണ് ആ വീടിന്റെ പണി മുഴുവനായി പൂർത്തിയാക്കാൻ നമുക്ക് ആവശ്യമുള്ളത്. നിർബന്ധമായും നിങ്ങളുടെ ഒരു വിഹിതം നിങ്ങൾ നൽകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.